ഇന്ന് എനിക്ക് 19 വയസ്സാണ്. ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ എനിക്ക് 20 വയസ്സാകും. സോ ടുമോറോ ഈസ് മൈ ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ എന്ന് പറയുന്ന ആ ഒരു ഡേയോട് എനിക്ക് നല്ല ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. പക്ഷേ ടോട്ടലി അല്ലെങ്കിൽ ഓവറോൾ നമ്മളത്ര ഹാപ്പി ഒന്നുമല്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്. നാളെ 20 വയസ്സാകുമ്പോഴത്തേക്കും വലിയ കാര്യം സംഭവിക്കുകയാണെന്ന് മുകളിൽ ഇന്ന് അങ്ങനെയാണോ അതുപോലെയാണ് നാളെ നമ്മൾ ജീവിച്ചു പോകും. സിമ്പിളായിട്ട് തന്നെ ജീവിച്ചു പോകും. പക്ഷേ എന്താണ് അലട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 വയസ്സിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈലിലൊക്കെ വന്ന ശേഷം കുറേ കാര്യങ്ങളും കുറേ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു 20 ഇയേഴ്സ് മാർക്കിന് മുമ്പായിട്ട്. പക്ഷേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ഈ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ അതിനേക്കാളും വലിയ ഡ്രീംസ് ഉണ്ടായിരുന്നു ഇതിന് പുറത്തൊക്കെ. യൂട്യൂബ് ചാനലൊക്കെ എന്ത്, അതിന് പുറത്ത് നമുക്ക് കുറച്ച് സോളിഡ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ ആ 20 ഇയേഴ്സ് മാർക്ക് കടക്കുവാണ് നാളെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക്. ഞാൻ എന്തൊക്കെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്, അതൊന്നും അച്ചീവ് ചെയ്യാതെ ആ ദിവസം എത്തിച്ചേർന്നു. ഞാൻ അറിഞ്ഞുപോലുമില്ല ബർത്ത്ഡേ ആണ് നാളെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബർത്ത്ഡേ ആണ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. കാരണം അത്രത്തോളം മൈൻഡിൽ ആ കാര്യം ഇല്ലായിരുന്നു. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ അച്ചീവ് ചെയ്ത് അതൊക്കെ എടുത്തുകൊണ്ട് നാളത്തെ ദിവസത്തെ ഫേസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതൊന്നും കയ്യിലില്ല, ഒന്നും കയ്യിലില്ല. നത്തിങ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സോളിഡായിട്ടുള്ള ഡ്രീംസ്, നമുക്ക് സോളിഡായിട്ടുള്ള ഒരു എയിംസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഫേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് ഫേസ് ചെയ്താൽ മതി എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു 20th ബർത്ത്ഡേ. പക്ഷേ നമ്മളതൊന്നും അച്ചീവ് ചെയ്ത നാളത് ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആൻഡ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ പോലെ തന്നെ നാളെ നമ്മൾ ജീവിച്ചു പോകും. ഇന്നത്തെ പോലെ തന്നെ നാളെ നമ്മൾ എഴുന്നേൽക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചില്ലായിട്ടങ്ങ് പോകും. പക്ഷേ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു പരാജയമാണ്. അപ്പം 20th ബർത്ത്ഡേ മാർക്ക് പറ്റാതെ പോയ കാര്യങ്ങൾ 21st എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിലേക്ക് നീട്ടി വയ്ക്കുകയാണ്. അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കാം.